അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ, ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ മാത്രമല്ല ലോകേഷ് കനകരാജിനെ കുറിച്ചിട്ടൊക്കെ ഈ കണ്ടന്റിനകത്ത് നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും തുടക്കം തന്നെ ഉണ്ണി മുകുന്ദൻ ഇരിക്കട്ടെ. സംഗതി കേരളത്തിൽ ഉണ്ണി മുകുന്ദൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി എവിടെയെങ്കിലും പൊട്ടി വന്നാൽ അത് ആദ്യം സീക്രട്ട് ഏജന്റിന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അറിയാലോ, ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അതങ്ങനെ വരും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. മൂവി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ണി മുകുന്ദൻ റീഷെയർ ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. ആദ്യം മൂവി സ്ട്രീറ്റിൻ്റെ പോസ്റ്റ് എന്താ നോക്കാം. മല്ലു സിംഗ് അല്ലാതെ മലയാളത്തിൽ മറ്റൊരു ഹിറ്റ് ഇല്ലാതിരുന്ന അഭിനയത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആംഗ്രി യങ് മാൻ ആറ്റിറ്റ്യൂഡ് മാത്രമുള്ള ഉണ്ണി മുകുന്ദൻ്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച എളുപ്പമാർഗമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിൻ്റെ അണികളെയും സുഖിപ്പിക്കുക എന്ന്. പതിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മലയാള സിനിമയുടെ മുഖമായി ഉണ്ണി മുകുന്ദൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാളികപ്പുറവും ഒരു ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടമായിരുന്നിട്ട് കൂടി ഹിറ്റാവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തത് കൊണ്ടായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നെ വിളിച്ച് തെറി പറഞ്ഞത്. അടുത്തത് ജയ് ഗണേഷ് ആണ്. അതെങ്ങനെ പറയാൻ പറ്റും അടുത്ത ജയ് ഗണേഷ് എന്നുള്ളത്? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പണം ഇറങ്ങട്ടെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാണട്ടെ. വേണമെങ്കിൽ ഇതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കാണാം. അതിലേക്ക് ഞാൻ വരാം. ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് പടം ഹിറ്റടിക്കുന്നതിലും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലും നല്ലത് കട്ടപ്പാര എടുത്ത് കക്കാൻ പോകുന്നതാണ്. ഇതാണ് ഈ പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ്. ഉണ്ണി മുകുന്ദൻ റീഷെയർ ചെയ്ത സാധനം. ഇനി ഉണ്ണി മുകുന്ദൻ റീഷെയർ ചെയ്തപ്പോൾ എഴുതി വെച്ചത് താങ്ക് യു മൂവി സ്ട്രീറ്റ്. നന്ദി പറഞ്ഞാണ് തുടക്കം. People who think that മാളികപ്പുറം was an agenda movie can skip ജയ് ഗണേഷ്. അതെങ്ങനെ മകനെ, അതെങ്ങനെ നടക്കും? മാളികപ്പുറം അജണ്ട മൂവിയാണ് എന്ന് കരുതുന്നവർ ക്യാൻ സ്കിപ്പ് ജയ് ഗണേഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാതെ പറയുന്നത് ദ സെയിം ജോണർ, ദ സെയിം തിങ്, ഭക്തി എലമെൻറ്റ്. അപ്പം പറയാതെ തന്നെ ഉണ്ണി മുകുന്ദൻ ആദ്യമേ പറഞ്ഞു വെക്കുകയാണോ? വരികൾക്കിടയിൽ പറയുകയാണോ ഉണ്ണി മുകുന്ദൻ? അങ്ങനെ പറയാൻ പറ്റില്ല. ആളുകൾ 150-200 കൊടുത്ത് കാണുന്നത് അവരുടെ ഇഷ്ടമാണ്. അവർ ഏത് പടം കാണണ്ടെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇത് റിക്വസ്റ്റ് ആണെങ്കിൽ ഓക്കെ. അല്ലാതെ മാളികപ്പുറം കണ്ട അജണ്ടയാണ് തോന്നുന്നവർ ഇനി ജയ് ഗണേഷ് കാണണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ മാളികപ്പുറം കണ്ട അജണ്ടയാണ് എന്ന് തോന്നുന്നവർക്ക് ജയ് ഗണേഷ് കണ്ടാലും അജണ്ടയാണെന്ന് തോന്നാൻ മാത്രം എലമെൻറ്റ്സ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണോ ഉണ്ണി മുകുന്ദൻ പറയുന്നത്? That makes everyone who saw the film in theaters as communal as I am being portrayed in the below post. Okay. Just because I have done a film that doesn't satisfy a group of people's political and ideological thirst, such public spaces are being used to bring hatred. Anyways, knowing that a cinema group has allowed such write-ups to appear live shows that there are in much of cinema group. They are in much of cinema group. സിനിമ ഗ്രൂപ്പ് അല്ലോ ഇത്. ഇങ്ങനൊരു ഹെയ്റ്റ് സ്പീച്ച് ഇതിൽ കൊണ്ടുവന്നത് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാൻ ഈ സാധനം എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, April 11 ഈസ് ദ റിലീസ് ഡേറ്റ് ഓഫ് ജയ് ഗണേഷ്. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. ഇറ്റ് വിൽ എൻഗേജ് യു, എൻജോയ് വിത്ത് യുവർ ഫാമിലി. ഓക്കെ, അപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻ്റ് ആണോ ഈ ഒരു പോസ്റ്റ് വഴി ഉണ്ണി മുകുന്ദൻ ഉദ്ദേശിച്ചത്? April 11 തിയേറ്റേഴ്സിൽ വരും ജയ് ഗണേഷ്. ഫാമിലി എൻ്റർടൈനറാണ്. ഇതിപ്പോൾ നേരെ ആ സിനിമേൻ്റെ പോസ്റ്ററോ ടീസറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് April 11 പറഞ്ഞാൽ പോരെ. സോ എനിക്കെന്തോ ഇതും ഒരു വേറൊരു കൈൻഡ് ഓഫ് പ്രൊമോഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യു ക്യാൻ ഡു ഇറ്റ്, നോ വറീസ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളുടെ ഇഷ്ടമാണ്, ഉണ്ണി മുകുന്ദൻ്റെ ഇഷ്ടമാണ് ഈ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം ഇറ്റ്സ് യുവർ മൂവി. പക്ഷെ വീണ്ടും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു എലമെൻറ്റ് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയെക്കുറിച്ചോ ഉണ്ണി മുകുന്ദനെക്കുറിച്ചോ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങളെക്കുറിച്ച് വരുന്നുണ്ടാവും. അതിൽ നിങ്ങളെക്കുറിച്ച് ക്രിറ്റിസിസം ഉണ്ടാവും, ഹെയ്റ്റ് ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് മൂവി സ്ട്രീറ്റിൻ്റെ അടുത്ത് അത് റീപോസ്റ്റ് ചെയ്തിട്ട് അതിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഹിയർ യു ആർ മേക്ക് ഷുവർ ലൈക്ക് മാളികപ്പുറം പോലെ തന്നെ ആയിരിക്കാം ജയ് ഗണേഷ്. മാളികപ്പുറത്തിനെ കുറിച്ച് ഞാനടക്കമുള്ളവർ ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യം, സിനിമ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ സിനിമ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത രീതി. ഞാൻ അങ്ങനെയാണ് പറയാം, ആ സിനിമ നിങ്ങൾ ഭക്തിയിൽ പൊതിഞ്ഞ് പ്രൊമോട്ട് ചെയ്തു. ആൻഡ് അഗെയിൻ ആ ഒരു ഗിമിക്കിലേക്ക്
ജയ് ഗണേഷ് എന്ന് പറഞ്ഞ മൂവിയെ ഇപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഉണ്ണി മുകുന്ദൻ തന്നെ അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ ആരും ജയ് ഗണേഷിനെ കുറിച്ചിട്ടൊരു പ്രൊപ്പഗണ്ട മൂവിയാണെന്നോ, ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ അനൗൺസ് ചെയ്തത് ആ ഒരു ഗണേശോത്സവത്തിൻ്റെ ടൈമിൽ അവിടെ അങ്ങനത്തെ കോൺട്രവേഴ്സി നടക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണിച്ചു. അപ്പോഴൊന്നും ഞാനടക്കമുള്ള ആളുകൾ, ഞാനൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സിനിമ ഭക്തിയിൽ മുക്കിയിട്ടാണോ വിറ്റത്, ഭക്തിയിൽ മുക്കിയിട്ടാണോ പ്രൊമോട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവിടെയും ഞാൻ ഈ പറഞ്ഞ ഉണ്ണിമൂന്തൻ്റെ ഒരു പേഴ്സണൽ പൊളിറ്റിക്സിൻ്റെ സൈഡോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാരണം ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ ആൾ ഇറങ്ങി വന്ന് എൻ്റെ പേഴ്സണൽ പൊളിറ്റിക്സ് ഇതാണെന്ന് പറയാത്തടത്തോളം കാലം എനിക്കോ നിങ്ങൾക്കോ പോയിട്ട് ഉണ്ണിമൂന്തൻ്റെ പേഴ്സണൽ പൊളിറ്റിക്സ് BJP ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അയാൾ ഹിന്ദു ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു വ്യക്തി, രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ ഹിന്ദു ആയതുകൊണ്ടും ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നത് കൊണ്ടും അയാളൊരു പക്ക RSS BJP അതൊന്നും ഞാൻ പറയാൻ റെഡിയല്ല. പിന്നെ അയാളുടെ സിനിമകൾ, അയാളുടെ താല്പര്യം, അയാളുടെ ഇഷ്ടമാണ് അയാൾ എങ്ങനത്തെ ജോണർ ഓഫ് സിനിമകളിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ അയാൾ ഗണേശനാവാം, നാളെ അയാൾ ശിവനാവാം, ഇതിനു മുമ്പ് അയാൾ അയ്യപ്പനായിരുന്നു. ഇറ്റ്സ് അപ് ടു ഹിം. പക്ഷെ ആ സിനിമ പുറത്ത് വന്ന് ആ സിനിമ എങ്ങനെ എന്നുള്ളത് കണ്ടതിന് ശേഷം അത് നമുക്ക് വിട്ടുതരണം. നമ്മൾ പറയും, കണ്ട അഭിപ്രായം നമുക്ക് പറയാം. ഓക്കെ. പിന്നെ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന രീതി, ഇതിൻ്റെ പ്രൊമോഷൻ മെത്തേഡ്, അത് മാളികപ്പുറത്തിന് സിമിലർ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനിയും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമ കണ്ട് ഇറങ്ങിയ സിനിമ ഇഷ്ടമാവാം. മാളികപ്പുറം ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക്, അത് അജണ്ടയായി തോന്നിയ ഒരാൾക്ക് ചിലപ്പോൾ ജയ് ഗണേഷ് ഇഷ്ടമാവാം. സിനിമ ഈസ് ഡിഫറെൻ്റ് അല്ലേ, കഥ ഈസ് ഡിഫറെൻറ്റ്, സ്റ്റോറി എല്ലാം ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ടീം ഡിഫറെൻ്റ് ആണ്, ഡയറക്ടർ ഡിഫറെൻ്റ് ആണ്, പ്ലോട്ട് ഡിഫറെൻ്റ് ആണ്. സോ മാളികപ്പുറം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിക്ക് ജയ് ഗണേഷും ഇഷ്ടപ്പെടില്ല എന്നുള്ള തോട്ടൊന്നുമില്ല. അതിഷ്ടമായില്ല, ചിലപ്പോൾ ഇത് ഇഷ്ടമാവാം. പക്ഷെ നിങ്ങളതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും? ഇതിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ മെത്തേഡ് എനിക്ക് തോന്നുന്നുണ്ട് ഉണ്ണിമൂന്തൻ്റെ പോസ്റ്റിൽ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഒരു ഇഞ്ചക്ഷൻ മെത്തേഡ്. അതായത് നിങ്ങൾ മാളികപ്പുറം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, മാളികപ്പുറം ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ മാളികപ്പുറം പോലെ തന്നെ നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും. അതായത് പറയാതെ പറയുക. എങ്ങനെയാണ് മാളികപ്പുറം ഒരു ഭക്തിയിൽ പൊതിഞ്ഞ പ്രൊഡക്റ്റ് ആയത്? നിങ്ങളത് അലോ ചെയ്തിട്ടല്ലേ? BJP ഹാൻഡിലുകളിൽ, BJP IT ഹാൻഡിലുകളിലൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി കൂട്ടത്തോടു കൂടി അയ്യപ്പന് വേണ്ടി നിങ്ങൾ തിയേറ്ററിലെത്തണം, അയ്യപ്പനെ കാണണം എന്ന് പറഞ്ഞ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് സംഘമായി തിരിഞ്ഞ്, ഗ്രൂപ്പുകളായി തിരിഞ്ഞ്, അങ്ങനെയാണ് ആ സംഗതി. അത് BJPയിലേക്ക് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അവർ കൊണ്ടുപോയി. നിങ്ങളതിന് മിണ്ടാതിരുന്നു. നിങ്ങൾക്ക് പറയാം, എൻ്റെ സിനിമയിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തരുത്. നിങ്ങൾക്ക് പറയാം, ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, എല്ലാ ഹിന്ദു വിശ്വാസികളും വരൂ, കാണൂ, അതൊക്കെ നിങ്ങൾക്ക് പറയാം. നോ വറീസ്. ഹിന്ദു വിശ്വാസം ഇല്ലാത്തവരും വന്ന് കാണൂ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ അവിടെ പാർട്ടി കൊണ്ടുവന്ന് അത് കൊണ്ടുവന്നതും അല്ലെങ്കിൽ അത് ചെയ്തതും നിങ്ങൾ കണ്ടു. നിങ്ങൾ എന്നിട്ടും മിണ്ടാതിരുന്നു. പല BJP ഹാൻഡിലുകളിലുമാണ് ഇതിൻ്റെ ആഹ്വാനം നടന്നത്. എല്ലാവരും പോകണം, നമുക്കിത് വിജയിപ്പിക്കണം അയ്യപ്പന് വേണ്ടി എന്നൊക്കെ, ഉണ്ണിമൂന്തൻ അയ്യപ്പനായി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എഗെയിൻ ദ സെയിം ടാറ്റിക്സ്, സെയിം സാധനം എടുത്ത് ഇടാനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്രിറ്റിസിസം വരും. ഓക്കെ. അതിലൊന്നും പിടിച്ചകത്തിടുക അല്ലെങ്കിൽ തീർത്ത് കളയുക, ആ സ്കീമൊന്നും നടക്കൂല. ഇനി നടന്നാൽ അത് വേറെ കളിയായിരിക്കും. ഇനിയിപ്പോൾ രണ്ടാമത് പോയി പറഞ്ഞ പോലെ എന്നെ അല്ലെങ്കിൽ വേറൊരാളെ വിളിച്ച് തെറി വിളിക്കുക, ഭീഷണിപ്പെടുത്തുക സ്കീമാണെന്നുണ്ടെങ്കിൽ നോ വറീസ്. നിങ്ങളുടെ തന്നെ എന്താ പറയുക, നിങ്ങൾ തന്നെ എക്സ്പോസ് ആവുക അവിടെയൊക്കെ. സോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് ഈ പോസ്റ്റ് എന്തോ ഒരു ഫിഷി പോസ്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ചിലപ്പോൾ എൻ്റെ തോട്ട്സിൽ അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ. എന്താണെങ്കിലും ഹെവി ഡിസ്കഷൻസ് ഈ പോസ്റ്റിനെ കുറിച്ച് നടക്കുന്നത് കൊണ്ടാണല്ലോ ആളുകൾ എനിക്ക് അയച്ചു തന്നെ. അതുകൊണ്ട് ഞാനിത് എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ തോട്ട്സ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത് കമ്മിങ് ടു ലോകേഷ് കനകരാജ്. ലോകേഷ് കനകരാജിന് ക്രിമിനൽ കേസ്, മാനസിക നില പരിശോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി. അതെന്തിനാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ആരപ്പം അങ്ങനെ ഹർജി കൊടുത്തത്? അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, TV-യിൽ ലിയോ സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കരുത്, സംവിധായകന്റെ മാനസിക നില പരിശോധിക്കണം, ലോകേഷ് കനകരാജിനെതിരെ മദ്രാസ് ഹൈക്കോടതി ഹർജി. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലാണ് ഇപ്പോൾ മധുര ഒറ്റക്കടവ് സ്വദേശിയായ രാജാ മുരുകൻ ഈ വിചിത്രമെന്ന് തോന്നാവുന്ന ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം, ലോകേഷ് തന്റെ സിനിമകളിലൂടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന രംഗങ്ങളടക്കമാണ് ഇത്തരം സിനിമകളിലൊക്കെ ഉള്ളത്. പലതിലും പോലീസ് പോലും ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് പക്ഷം ചേരുന്ന നിലയിലാണ് ചിത്രീകരണമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ
ലോകേഷിന് ഒരു ക്രിമിനൽ മനസ്സാണ്, ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണം, ഇതിനുവേണ്ടി ഒരു മനോരോഗ വിദഗ്ധനെ കോടതി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകേഷിന്റെ അടുത്തിടെ ഇറങ്ങിയ വിജയ് ചിത്രമായ ലിയോ വൈകാതെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഈ സംപ്രേഷണം അനുവദിക്കരുത്. ഇത് സംപ്രേഷണം ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഇടയിൽ തെറ്റായ സന്ദേശം പ്രചരിക്കുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ വ്യക്തി സിനിമ കണ്ടു, ലിയോ സിനിമ കണ്ടു, അതിനുശേഷം അദ്ദേഹത്തിന് മാനസികമായി സംഘർഷമുണ്ടായി. അതിന്റെ ഒരു നഷ്ടപരിഹാരമായി 1000 രൂപ നൽകാനുള്ള ഉത്തരവ് കൂടി ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. 1000 രൂപ കിട്ടാനാണെന്നുണ്ടെങ്കിൽ ലോകേഷ് കനകരാജിന് എവിടെയെങ്കിലും ഒന്ന് പിങ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ 1000 രൂപ അയച്ചു തരും. ഓക്കെ, മാനസിക സംഘർഷം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് ആദ്യമായിട്ടൊരു ലിയോ സിനിമ കയറി കണ്ടോന്നാവില്ലല്ലോ. ലിയോ സിനിമയുടെ സർട്ടിഫിക്കറ്റ് എന്താ നോക്കിയാൽ തന്നെ അറിയാം, അതിനകത്ത് വയലൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിന് US സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പടത്തിന് കയറി കാണുമ്പോൾ യു ഷുഡ് എക്സ്പെക്ട് അതിൽ വയലൻസ് ഉണ്ട് എന്നുള്ളത്. അത് എക്സ്പെക്ട് ചെയ്യാതെ കയറി ലിയോ ഇരുന്ന് കണ്ടിട്ട് അയ്യോ ഞാൻ പേടിച്ചു പറഞ്ഞാൽ കാർട്ടൂൺ നെറ്റ്വർക്ക് ചുട്ടി TV ഇരുന്ന് കാണണം വീട്ടിലിരുന്നിട്ട്. ഇങ്ങനത്തെ അപ്പാവികൾ അതാ നല്ലത്. പിന്നെ കുട്ടികൾ ഇത് കണ്ടിട്ട് പഠിക്കുന്നൊക്കെ പറയാം. കുട്ടികൾക്ക് ഏതെങ്കിലും ന്യൂസ് ചാനൽ വെച്ച് കൊടുക്ക്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ക്രൈമുകളും അതിനകത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പറയുന്നുണ്ടാവും. ഇവിടെ ലിയോ കണ്ടതുകൊണ്ട് ഒരാൾ അങ്ങനെ ആയി പോകുന്നില്ല. പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും പോലീസുകാരങ്ങനെ കാണിക്കുന്നത് എത്രയോ സിനിമകൾ സീരിയലൊക്കെ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം മനസ്സിന് കട്ടിയില്ലാത്തവരും ഇതൊന്നും കാണാൻ പറ്റാത്തവരും ആണെന്നുണ്ടെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ടിരിക്കുക. കാർട്ടൂൺ നെറ്റ്വർക്കിലാണെങ്കിൽ പോലും കാണൂടെ ഇതിനും വലിയ വയലൻസ്. ഏത് പടുഭാവിയുടെ ഇവനൊക്കെ. കോടതി ഉണ്ട്, എന്തും പോയി കേസ് കൊടുക്കാന്നുള്ള നിലയ്ക്കാണ് ഈ പോക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ത് പറയാനേ ഇവനൊക്കെ. അല്ലെങ്കിൽ 1000 റുപ്യ കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി. അല്ല ഈ 10 ചാനൽ കഴിഞ്ഞപ്പോൾ ലോകേഷിനെതിരെ കേസ് കൊടുത്തത് താങ്കളാണോ എന്ന് പോയി ചോദിക്കും. അവിടെ എൻ്റെ ഡയലോഗ് അടിക്കാം. അതിനൊക്കെയുള്ള പരിപാടിയാണ് തോന്നുന്നത്. അതാണെങ്കിൽ ഇമാതിരി പടുഭാവികൾ വേറെ ഒരു സൈഡിൽ. കഷ്ടം.